യാത്ര കണ്ണൂർ കോട്ടയിലേക്കാണ്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര നിർമ്മിതിയാണ് സെൻറ്റ് ആഞ്ചലോ കോട്ട എന്ന കണ്ണൂർ കോട്ട. നഗരമധ്യത്തിൽ നിന്നും 3 കിലോമീറ്റർ മാറി അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കോട്ട ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ്. നമ്മൾ പോകുന്ന ഈ റോഡിന് വലതുവശം ഇന്ത്യൻ പ്രതിരോധ സുരക്ഷാ സേനയുടെ ആസ്ഥാനമാണ്. കേരളത്തിലെ ഏക കൻ്റോൺമെൻറ്റാണ് ഈ പ്രദേശം. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് ഭരണാധികാരികൾക്കുള്ള സൈനിക ക്യാമ്പായിരുന്നു കൻ്റോൺമെൻറ്റ്. ₹25 കോട്ടയിൽ കടക്കാനുള്ള ടിക്കറ്റ് വില. വൈകുന്നേരം 6 മണി വരെയാണ് പ്രവേശനം. ഇന്ത്യൻ ചരിത്രത്തിൽ വൈദേശിക ശക്തികളുടെ പ്രവേശനം തുടങ്ങുന്നത് 1498 മെയ് 20 കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് വാസ്കോ ഡ ഗാമയുടെ നേതൃത്വത്തിൽ വ്യാപാര ലക്ഷ്യവുമായി കപ്പലിറങ്ങിയ പോർച്ചുഗീസ് നാവിക സംഘത്തിലൂടെയാണ്. കണ്ണൂർ കോട്ടയുടെ ചരിത്രവും ആരംഭിക്കുന്നത് പോർച്ചുഗീസുകാരിലൂടെ തന്നെയാണ്. പോർച്ചുഗീസുകാർക്ക് പിന്നാലെ ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രഞ്ച് ശക്തികൾ ഇന്ത്യയിലെത്തിയിരുന്നു. കണ്ണൂർ കോട്ടയും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും എല്ലാം കൈയടക്കിയിരുന്നു. കടൽ മാർഗം വരുന്ന ശത്രുക്കളെ കണ്ടെത്താനും അവരുടെ കപ്പലുകൾ കരക്കെത്തും മുമ്പ് പീരങ്കി ഉപയോഗിച്ച് തകർക്കാനും വേണ്ടി അന്നത്തെ എല്ലാ കോട്ടകളും കടൽ തീരങ്ങളിലായിരുന്നു നിർമ്മിച്ചിരുന്നത്. (1505) ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന ഫ്രാൻസിസ് ഡി അൽമീഡയാണ് കോട്ട നിർമ്മിച്ചത്. 158 വർഷം പോർച്ചുഗീസുകാർ അവരുടെ അധികാര കേന്ദ്രമാക്കി ഈ കോട്ട നിലനിർത്തി. പിന്നീട് 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കോട്ട പിടിച്ചടക്കി. 110 വർഷം ഡച്ചുകാർ കോട്ട ഭരിച്ചു. പിന്നീട് അറക്കൽ രാജ്യത്തെ ആലി രാജയ്ക്ക് ഡച്ചുകാർ ഈ കോട്ട വിറ്റു. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമാണ് അറക്കൽ രാജവംശം. 1790 ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചടക്കി. മലബാറിലെ ബ്രിട്ടീഷുകാരുടെ പ്രധാന സൈനിക കേന്ദ്രമായിരുന്നു കണ്ണൂർ കോട്ട. ഈ കാണുന്നതാണ് മാപ്പിള ബേ എന്നറിയപ്പെടുന്ന ആയിക്കര തുറമുഖം. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ ഈ തുറമുഖം തീരദേശ വ്യാപാരത്തിൻ്റെ കേന്ദ്രമായിരുന്നു. എന്നാൽ ഇന്ന് ഒരു മത്സ്യബന്ധന തുറമുഖം മാത്രമാണ്. ചരിത്ര ഗവേഷകർ 2015 നടത്തിയ ഉദ്ഖനനത്തിൽ 1500ഓളം പീരങ്കിയുണ്ടകൾ ഇവിടെ കണ്ടെത്തുകയുണ്ടായി. പുരാവസ്തു വെറും പുരാവസ്തുവല്ല. കോളനികൾ വെട്ടിപ്പിടിക്കാൻ നടത്തിയ പോരാട്ടങ്ങളുടെ കഥ പറയാനുണ്ട് ഈ പുരാവസ്തുവിന്. 400 വർഷത്തോളം നീണ്ടുനിന്ന ഇന്ത്യയിലെ യൂറോപ്യൻ സാമ്രാജ്യത്വത്തിൻ്റെ തറക്കല്ലുകളാണ് കണ്ണൂർ കോട്ട വഴി അൽമേദ പാകിയിരുന്നത്. പോർച്ചുഗീസ്, ഡച്ച്, അറക്കൽ, ബ്രിട്ടീഷ് എന്നീ ശക്തികളാൽ കൈമാറി വന്ന ഈ കോട്ടയും പരിസരവും പുരാവസ്തു സംരക്ഷണ വകുപ്പ് വൃത്തിയായി സംരക്ഷിക്കുന്നു എന്ന ചാരിതാർത്ഥ്യത്തിൽ റൈഡേഴ്സ് ഡയറി കോട്ടയിൽ നിന്നിറങ്ങുകയാണ്.